ശ്രീരാജേന്ദ്രൻ വയനാട് ഉരുൾപൊട്ടിയപ്പോൾ കേരള സർക്കാരിന് ഒരുപാട് എന്താണ് പണങ്ങൾ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പറഞ്ഞുകൊണ്ട് ഒരുപാട് സഹായങ്ങൾ പറഞ്ഞുകൊണ്ട് കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ അടുത്ത് 2000 കോടി ചോദിച്ചു. എന്നാൽ ഇപ്പൊ വീണ്ടും ഇന്നലെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നു. സർക്കാർ ജീവനക്കാർ 5 ദിവസത്തെ സാലറി നൽകണം. അത് ഗഡുക്കളായിട്ട് നൽകാം, പക്ഷെ നിർബന്ധമില്ല. പക്ഷെ സാലറി ചലഞ്ചിന് ഉത്തരവ് വന്നിരിക്കുകയാണ്. ഇത്രയും പണം വന്നിട്ട് ഇനി എന്തിനാ സർക്കാർ ജീവനക്കാരെ പിരിയുന്നത്? ആ സർക്കാർ ജീവനക്കാർക്ക് വലിയൊരു വരുമാന മാർഗമാണ്. കാരണം അവരുടെ 5 ദിവസത്തെ ശമ്പളം ഇപ്പോ 2 ശമ്പള കമ്മീഷനുകളെ പെട്ടെന്ന് നിയോഗിച്ചിട്ട് ശമ്പളം വളരെ വർദ്ധിച്ചിട്ടുണ്ട്. അടിസ്ഥാന ശമ്പളം തന്നെ. അപ്പൊ അതിന്റെ തന്നെ 5% പോലും നല്ലൊരു തുക കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കുന്നത് NGO അസോസിയേഷൻ പറഞ്ഞിരിക്കുന്ന അടുത്ത ശമ്പള കമ്മീഷനെ വെക്കണമെന്നാ. ഓരോ ശമ്പള കമ്മീഷനും വരുമ്പോ ശമ്പളം ഇരട്ടിയായിട്ട് ഒക്കെ മാറുകയാണ്. അപ്പൊ ഈ കൂട്ടിയ ശമ്പളത്തിൽ നിന്ന് ഗവൺമെന്റ് തന്നെ കൂട്ടിക്കൊടുത്ത സർക്കാർ ജീവനക്കാർക്ക് വലിയ നഷ്ടമൊന്നുമില്ല. കാരണം ഇത്രയും കൂട്ടിക്കൊടുത്ത ഈ ഗവൺമെന്റ് അതിന്റെ ഒരു 5% പിടിക്കുക, ഇതുവഴി പിടിക്കുക. പക്ഷെ പ്രശ്നം അതല്ല, അത് കൊടുക്കുന്നത് അത് വയനാട്ടിലെ യഥാർത്ഥ ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് യാതൊരു വിധമായ പ്രശ്നമില്ല. അത് പക്ഷെ കിട്ടുമെന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഇപ്പോ അവിടെ മഹാരാജാസ് കോളേജിൽ മരിച്ച അഭിമന്യുവിന്റെ പേരിലുള്ള ആ പിരിവ് മാനവീയം വീതിയിൽ നടന്നിരുന്നല്ലോ. ആ പണം എവിടെ പോയി? ഇപ്പൊ ഒരു എൻഡോവ്മെന്റ് തട്ടിക്കൂട്ടിയിട്ടുണ്ട്. അതിന് തന്നെ അതിന്റെ ട്രഷറർ ഖജാൻജി രാജിവെച്ചിരിക്കുക. കാരണം എന്താ? ഇതിൽ സുതാര്യതയില്ല, പണപ്പിരിവിന്റെ ശരിയായിട്ടുള്ള കണക്കില്ല. ഇങ്ങനെയാണ് പിരിവിന് കണക്കില്ല. CPM-ന്റെ എല്ലാ പിരിവുകളിലും ഇത് സംഭവിക്കുന്നു. മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും പിരിവുകളിൽ സുതാര്യതയില്ല. അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാലറി ചാലഞ്ച് ആയിട്ട് കിട്ടിയ തുകയ്ക്ക് കണക്കുണ്ടാവും. പക്ഷെ ഇത് വിതരണം ചെയ്യുന്ന തുകയ്ക്ക് അതിനൊരു ഓഡിറ്റിംഗ് ഇല്ല, യാതൊന്നും നടക്കുകയില്ല. അത് ശരിയായിട്ടുള്ള അർഹിക്കുന്ന കരങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് ഉറപ്പില്ല. ഒരുപക്ഷെ പാർട്ടിക്കാരുടെ കൈകളിലേക്കായിരിക്കും ഇത് പോകുന്നത്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോൾ 100 രൂപ പോയി കഴിഞ്ഞാൽ 1 പൈസ അവിടെ കിട്ടും, ബാക്കി 99 പൈസ പാർട്ടി പ്രവർത്തകരുടെ കരങ്ങളിലാണെങ്കിൽ പിന്നെന്താ അതുകൊണ്ടുള്ള നേട്ടം? യഥാർത്ഥ നേട്ടം എന്താ? ഇനിയിപ്പോ വരാൻ പോയി ഇതുകൊണ്ട് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ഇതുപോലുള്ള ദുരന്തങ്ങൾ വരാം. അവിടെ മേപ്പാടിയിൽ ആർക്കും ഇനി താമസിക്കാൻ പറ്റില്ല എന്നിപ്പോ ജോൺ മത്തായി കമ്മിറ്റി അതിന്റെ പഠനം പൂർത്തിയാക്കും മുമ്പ് തന്നെ പറഞ്ഞിരിക്കുക. ഇനി അവിടെ ആരും പോയി താമസിക്കാൻ പറ്റുകയില്ല. അതുപോലത്തെ ഉരുൾപൊട്ടൽ ഉടനെ ഉണ്ടായിട്ടില്ലെങ്കിലും അവിടെ ഭൂമി ഒരു സ്ഥിരത കൈവരിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ സ്ഥിരത വന്നില്ല. ഇടുക്കിയിലെ മണ്ണിന് സ്ഥിരതയില്ല. തുക സർക്കാർ കിട്ടുമ്പോഴും കാരണം വീട് വെക്കാനും എല്ലാം സർക്കാരിന്റെ പണത്തിന്റെ ആവശ്യമില്ല. അതിനെല്ലാം സ്പോൺസർമാരുണ്ട്. പിന്നെ എന്തിനാണ് സർക്കാർ ജീവനക്കാരെ ഇങ്ങനെ പിരിയുന്നത്? എത്ര കിട്ടിയാലും മതിയാകില്ല എന്നാണോ? അതെ. അവിടെ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്നുള്ളതാണ്. അതിനിപ്പോ 2000 കോടി രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. ഈ 2000 കോടി രൂപ വേണമെങ്കിൽ അതിന്റെ കണക്കെന്ത്, എന്താണ് ആവശ്യം എന്നുള്ളത് കൊടുക്കണം. അതിനാണ് ഈ മെമ്മോറാണ്ടം കൊടുക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചിട്ട് പോയത്. പക്ഷെ ഇതുവരെ മെമ്മോറാണ്ടം കൊടുത്തിട്ടില്ല. കാരണം എന്താ? ആ 2000 കോടി എങ്ങനെ വക കൊള്ളിക്കുമെന്ന് ശരിയായിട്ട് അവർക്ക് കണക്കിൽ കൊള്ളിക്കാൻ പറ്റുന്നില്ല.